പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. കോടാംഗി ശാസ്ത്രം തുടരുന്നു. വേദകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹർഷിയായിരുന്നു കോടാംഗി മഹർഷി. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രമാണ് ഇന്ന് പറയുന്നത്. അത് ഇന്നത്തേത് സ്ത്രീകളുടെ പ്രത്യേക ലക്ഷണങ്ങളെ പറ്റിയാണ്. 4 തരം സ്ത്രീകളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അത് ഓരോ വർഗം: പത്മിനി വർഗം, ചിത്രിണി വർഗം, ശങ്കിനി വർഗം, ഹസ്തിനി വർഗം. ആദ്യം പത്മിനി വർഗത്തെ പറ്റിയാണ് പറയുന്നത്. താമരപ്പൂ വിതൽക്കൊപ്പം ഭംഗിയേറിയ കണ്ണിന കൊച്ചു നെറ്റിത്തടന്നിട്ടു വളഞ്ഞ പുരികങ്ങളും. എന്നുവെച്ചാൽ താമരപ്പൂവിൻ്റെ ഇതൾ പോലത്തെ എന്നുവെച്ചാൽ വലിയ കണ്ണുകളായിരിക്കും, നല്ല ഭംഗിയേറിയ. അതുപോലെ തന്നെ കൊച്ചു നെറ്റിത്തടം, ചെറിയ നെറ്റി എറിയായിരിക്കും. വളഞ്ഞ പുരികങ്ങൾ വെച്ചാൽ വണ്ണം കുറഞ്ഞ വളഞ്ഞ പുരികങ്ങൾ. നീണ്ടുരുണ്ടു മൂക്കൽപ്പം ചുവന്നിട്ടുള്ള ഗണ്ഡവും, തൊണ്ടിപ്പഴങ്ങൾ പോലുള്ള ചുണ്ടും വെൺമുത്തു ദന്തവും. നീണ്ടു ഉരുണ്ട മൂക്ക്, ചുവന്നിട്ടുള്ള കവിളുകളുടെ ചുവന്നിട്ടായിരിക്കും. പല സിനിമാടികളിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലത്തെ ആളുകളെ. തൊണ്ടിപ്പഴങ്ങൾ പോലുള്ള ചുണ്ടും വെൺമുത്തു ദന്തവും. അപ്പോൾ തൊണ്ടിപ്പഴങ്ങൾ പോലുള്ള ചുണ്ടും വെൺമുത്തു ദന്തവും, വെളുത്ത പല്ലുകളായിരിക്കും, നല്ല മുത്തു പോലത്തെ ചെറിയ അധികം വലിപ്പമില്ലാത്ത പല്ലുകൾ. മുഖത്തിനഴകുന്ന ചെഞ്ചുകം കർണയുഗ്മവും, ചുരുണ്ടു നീണ്ടു നീലിച്ച മുടി കോകില്ല നാദവും. നല്ല ചെവികളായിരിക്കും. അതുപോലെ തന്നെ ചുരുണ്ട് നീലിച്ച നീലമുടിയായിരിക്കും, ചുരുണ്ട നീലമുടി. കോകില്ല നാദവും, നല്ല ശബ്ദമായിരിക്കും. ശംഖുപോലുള്ള ഗളവും വടിവേറിയ തോളുകൾ, ചരിവില്ലാതെ ജമ്പിച്ചു വിലസിടും സ്തനങ്ങളും. ശംഖുപോലുള്ള ഗളം, ശംഖുപോലുള്ള കഴുത്ത്, നല്ല ഭംഗിയുള്ള കഴുത്ത്. അതുപോലെ തന്നെ വടിവേറിയ തോളുകൾ, ചരിവില്ലാതെ ജമ്പിച്ചു വിലസിടും സ്തനങ്ങളും. ചരിവില്ലാതെ നേരെ കുത്ത നിൽക്കുന്ന സ്തനങ്ങൾ. സംഗീത രുചി, സാഹിത്യം, കലയിൽ നല്ല വാസന, സൽസ്വഭാവം, ശാന്തശീലം, ലജ്ജ, ഈശ്വര ഭക്തിയും. സംഗീതത്തിലും സാഹിത്യത്തിലും സിനിമയിലും എല്ലാത്തിലും എല്ലാം ഉയർന്നു നിൽക്കുന്ന ആളുകളായിരിക്കും. ശാന്തശീലം, ലജ്ജ, ഈശ്വര ഭക്തിയുള്ള ആളായിരിക്കും. കാമലീലയിൽ അത്യന്തം വൈദഗ്ധ്യം, ഭർത്തൃഭക്തിയും. മിതഭക്ഷണമുണ്ടാന ശീലവും മന്ദയാനവും. കാമലീലയിൽ അത്യന്തം വൈദഗ്ധ്യമുള്ള ആളായിരിക്കും. അതുപോലെ ഭർത്താവിനോട് ഭക്തിയുള്ളത്. മിതഭക്ഷണം, ചെറിയ കുറച്ച് ഭക്ഷണം കഴിക്കും. ദാനശീലവും മന്ദയാനവും, വളരെ പതുക്കിയാൽ നടക്കും. പത്മനന്ദം നടക്കുമ്പോൾ ഉളയും പൃഷ്ഠഭാഗവും, പരന്ന വയറും നന്നായി ഒതുങ്ങിയിട്ടുള്ള മദ്യവും. എന്നുവെച്ചാൽ അരമെല്ലിച്ചിട്ട്. ഉടലിനധികം ഭംഗി നൽകിയിട്ടും കാൽ കരങ്ങളും. പത്മിനി പെണ്ണിനുണ്ടാകും ലക്ഷണങ്ങളിൽ ഉത്തമം. ഇത് പത്മിനി വർഗത്തിൽപ്പെട്ട. ഇനി അടുത്തത് ചിത്രി. ചുരുളാത്ത മുടിയും നീണ്ട ഫാലവും നീണ്ട ഭ്രുക്കളും, എള്ളിമ്പൂ മൂക്കു രക്താപസംഖ്യരും ഗണ്ണഭാഗവും. ചുരുളാത്ത മുടിയായിരിക്കും, ഒക്കെ നീണ്ടതായിരിക്കും, നീണ്ട നെറ്റിയായിരിക്കും. അതുപോലെ ഭ്രൂക്കൾക്ക് പുരികത്തിൽ നീളം കൂടുതലുണ്ടാവും. എള്ളിമ്പൂ പോലത്തെ മൂക്കായിരിക്കും. രക്താപസംഖ്യരും ഗണ്ണഭാഗവും. വിടർന്ന നീണ്ട മിഴികൾ, ഭംഗിയേറിയ കർണവും. കണ്ണുകളിൽ നല്ല വിടർന്നിട്ട് നല്ല നീണ്ട കണ്ണുകളായിരിക്കും. ഭംഗിയേറിയ ചെവികളായിരിക്കും. പഴം പോലെ ശോഭിക്കും ചാരുവ മധുരങ്ങളും. പഴം പോലെ ചുവന്ന ചുണ്ടുകളായിരിക്കും. നല്ല മുല്ലപ്പൂ മുട്ടുപോലുള്ള പല്ലും പരന്ന താടിയും. തടിച്ച ഗളവും തോളും കുന്നുപോലുള്ള കൊങ്കയും. മുല്ലപ്പൂ മുട്ടുപോലുള്ള പല്ലുകൾ, പരന്ന താടി, തടിച്ച കഴുത്ത്, അതുപോലെ തന്നെ കുന്നുപോലുള്ള കൊങ്കയും. വലിയ സ്ഥലങ്ങളായിരിക്കും. കൊങ്ക എന്ന് പറഞ്ഞാൽ മുലകൾ എന്നറിയുന്നത് വലിയതായിരിക്കും, കുറച്ച് വലിപ്പത്തിലുള്ള. കുനിചില്ലിക്കരം നീണ്ടു ഭംഗിയേറിയ കാലുകൾ, അല്പം തടിച്ച വയറും ഒതുങ്ങാതുള്ള മദ്യവും. മധ്യഭാഗത്തിന് വണ്ണം കുറവുന്നുണ്ട്, അവരെ വണ്ണമുള്ള മധ്യഭാഗം തന്നെയായിരിക്കും. അരക്കെട്ടിനെ പറ്റിയാണ് പറയുന്നത്, അരഭാഗം. തടിച്ച ജഗനം മൊത്ത ഗജം പോലുള്ള യാനവും. മണിനാഥം ലജ്ജ വിട്ട പെരുമാറ്റം ശുചിത്വവും. ആരോടും നല്ലോണം സംസാരിക്കും, ലജ്ജയുണ്ടാവില്ല, സംസാരിക്കുക. എല്ലാ കാര്യത്തിലും ഒരു മുന്നിൽ നിൽക്കുന്ന ആളായിരിക്കും. പതിയിൽ ഭക്തി, കാമാർത്തി, നൃത്ത വൈദഗ്ധ്യമീവക. ഗുണങ്ങൾ കണ്ടിടും മങ്ക ചിത്രജാതി നീയാട്ടോ. അപ്പോൾ ചിത്രജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് നൃത്ത വൈദഗ്ധ്യം ഉണ്ടാവും, നൃത്തം ചെയ്യുന്ന ആളായിരിക്കും. തടിച്ച പുരികായിരിക്കും, പുരികത്തിൽ നീളമല്ല, തടിച്ച ഉണ്ടാവും, വണ്ണം കുറച്ചല്ല, വണ്ണമുള്ള പുരികായിരിക്കും. ഇത് ചിത്രജാതിൻ്റെ ലക്ഷണമാണ്, ചിത്രിണി ജാതി. ഇനി ശങ്കിനി ജാതിയെ പറ്റി പറയാം. നീണ്ടു പൃഷ്ഠം മറക്കുന്ന കൂന്തലും ചെറുനെറ്റിയും. മുടി ധാരാളം ഉണ്ടാവും,
വെച്ചാൽ ഈ ഇത് അരവര ഉണ്ടാവും. അരേൻ്റെ താഴത്തിട്ടു നീളമുള്ള മുട്ടികളായിരിക്കും. ചെറിയ നെറ്റിയായിരിക്കും. തടിച്ച പുരികം, നീണ്ട മൂക്കും തടിച്ച ഗണ്ഡവും. മൂക്ക് നല്ല നീണ്ട മൂക്കായിരിക്കും, നല്ല ഭംഗിയുള്ള മൂക്കായിരിക്കും. തടിച്ച ഗണ്ഡവും, കവിളിന് തടിപ്പ് കൂടുതൽ, തടിച്ച കവിളുകളായിരിക്കും. ദീർഘനേത്രങ്ങളും നീണ്ട കർണവും കൊച്ചു താടിയും. അപ്പോൾ അല്പം തടിച്ച ചെഞ്ചുണ്ടും പരന്ന രചനങ്ങളും. ഉയർന്ന ശബ്ദം നീണ്ട വിളവും നീണ്ട കൈകളും. കൈകൾക്ക് നീളം കൂടുതലായിരിക്കും, ഉയർന്ന ശബ്ദം ഉണ്ടാവും, നല്ല വാക്കിൽ ഒരു ശക്തി കൂടിയായിരിക്കും, നല്ല ശബ്ദമായിരിക്കും. ഒതുങ്ങിച്ചരിവില്ലാത്ത ലാലസിക്കും സ്ഥലങ്ങളും. ഒതുങ്ങിയിട്ട് ഇങ്ങനെ ചരിവില്ലാത്ത സ്ഥലങ്ങളായിരിക്കും കുത്തനേക്കുന്നത്. തടിച്ച വയറും മധ്യഭാഗവും പൃഷ്ഠഭാഗവും. അരയന്നത്തെ പോലെ നടയും സാധുശീലവും. അരയൻ നടക്കും പോലെ നടക്കുക, വളരെ സാവധാനം. ചില സിനിമാടികളിൽ കാണാം ശീലയിൽ നടക്കും പോലെ നടക്കുന്നത്. നടയും സാധുശീലവും. ആള് പാവം പോലെ തോന്നും, നല്ല സാധുശീലമുള്ള സ്ത്രീകളാണ്. കാമകേളി നടത്തിയിടാൻ ആവേശം നല്ല ബുദ്ധിയും. ശങ്കിനി ജാതി നാരിക്ക് കാണും പ്രമുഖ ലക്ഷണം. ശങ്കിനി ജാതിക്ക് ഇതുപോലെ ലക്ഷണം കാണാം. ഇനി അസ്ഥിനി. സമൃദ്ധമായ വാർകൂന്തൽ അളകാവലി ആളിടും. വീതിയേറിയ ഫലം വില്ലൊത്ത വൻപുരികങ്ങളും. സമൃദ്ധമായ വാർകൂന്തൽ, ധാരാളം മുടികളുള്ള സ്ത്രീകൾ. വീതിയേറിയ നെറ്റി, വില്ലത്ത വൻപുരികങ്ങൾ. പുരികങ്ങൾ കുറച്ച് തടിച്ചിട്ട് വലിപ്പമുള്ള പുരികങ്ങളായിരിക്കും. തടിച്ച നീണ്ട മൂക്കൽപ്പം ചുവന്ന നയനങ്ങളും. തടിച്ച് നീണ്ട മൂക്ക്, അതുപോലെ തന്നെ ചുവന്ന കണ്ണുകൾ, കണ്ണ് ചുവപ്പ് കൂടുതലുണ്ടായിരിക്കും. പരന്ന കവിളും വീതി ഒട്ടുകൂടിയ കർണവും. വീതിയുള്ള ചെവികളായിരിക്കും. വിടർന്നു വിലസും ചൊരി വായും നീണ്ട രഥങ്ങളും. തടിച്ച ചിഞ്ചുകം സ്ഥൂല ഗളം പൊങ്ങിയ തോളില. ഇടതിങ്ങി തടിച്ചൽപ്പം ചാഞ്ഞു നിൽക്കുന്ന കൊങ്കകൾ. പരന്ന വയറും നല്ല തടിപ്പേറിയ മദ്യവും. ഇടങ്ങി തടിച്ചൽപ്പം ചാഞ്ഞു നിൽക്കുന്ന കൊങ്കകൾ. അടുത്തിട്ടായിരിക്കും സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ചാഞ്ഞു നിൽക്കുന്ന കൊങ്കൾ. മതയാന നടയുന്ന ഇളകിയിടുന്ന പൃഷ്ഠവും. കൊഴുത്ത കൈകളും കാലും ഗൗരവം പൂണ്ട ശബ്ദവും. മതയാന നടക്കുമ്പോൾ നടക്കും, വളരെ വെടി മതിച്ച ആന വരും പോലെ, കുറച്ച് വേഗത്തിലാണ് നടത്തും. കൊഴുത്ത കൈകളും കാലും ഗൗരവം പൂണ്ട ശബ്ദവും. ശബ്ദത്തിന് കുറച്ച് ഗൗരവമായിരിക്കും, ആരെയും ബലവെക്കാത്ത സംസാരിക്കും. കാമാർത്തി പാപകൃത്യങ്ങൾ ചെയ്യും ചിത്തമിതൊക്കെയും. അസ്ഥിനി പെണ്ണിനുണ്ടാകും ലക്ഷണങ്ങൾ നരാധിപ. ഈ അസ്ഥിനി വർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇതുപോലെ ഉണ്ടാവുന്നത്. ഇനി സ്ത്രീകളുടെ പ്രത്യേക ലക്ഷണങ്ങളാണ് പറയുന്നത്. നടക്കും സമയം മധ്യ വിരൽ താഴെ തൊടാത്തവൾ. സുസ്വാതന്ത്ര്യക്കാരിയാകും, വൈദവ്യം വന്നു ചേർന്നിടും. നടക്കും മധ്യ വിരൽ താഴെ തൊടാത്തവൾ. നടക്കുന്ന സമയത്ത് വിരൽ താഴെ തൊടുക, ഏന്നുള്ള അക്കം പോലെ ഉണ്ടാവും നടന്നുപോയ കാൽപ്പാടുകൾ നോക്കിയാൽ. അത് വിരൽ തൊടൂല, കാലിൻ്റെ മധ്യഭാഗവും പിൻഭാഗവും മാത്രമാണ്, മുൻഭാഗവും വിരൽ തൊടാത്ത ഇത്. അത് അണിയും ചെറുതും ചുറ്റും പതിയുണ്ടെങ്കിലും വാരാ നാരിയാണ് അവൾ നിർണയം. രണ്ടാം കാൽവിരൽ ഒന്നിന്റെ സീമ ലംഘിച്ചു നിൽക്കുകയിൽ കണ്ടമാനം നടക്കുന്ന കാമചാരിണിയാണവൾ. രണ്ടാം വിരൽ ഒന്നിന്റെ വെച്ചാൽ പെരുവിരലിലേക്കാണ് വാലിന്റെ ചൂണ്ടുവിരൽ, കാലിന്റെ ചൂണ്ടുവിരൽ പെരുവിരലിലേക്കാണ് മുന്നിട്ട് വെക്കുക. സീമ ലംഘിച്ചിരിക്കുക, അതിൽ വിട്ട് വെക്കുക, കുറച്ച് നീണ്ടതായിരിക്കും. കണ്ടമാനം നടക്കുന്ന കാമചാരിണികൾ, കാമാധികമുള്ള സ്ത്രീകളാണ് ഇവർ. ഒരു ലക്ഷണങ്ങൾ അതാണ്. ശരിക്കും സമയ ഗണ്ണ ഭാഗത്തു ചുഴിയുള്ളവൾ. മരിക്കും വരെയും ചിത്ത ചാവല്യം കൊണ്ട് ഉലഞ്ഞിടും. അപ്പോൾ ചിരിക്കുന്ന സമയത്ത് ഈ കവിളിൻ്റെ ഭാഗത്ത് ചുഴിയുണ്ടെങ്കിൽ മരിക്കും വരെ മനസ്സിന് വിഷമം കൊണ്ട് ചാവല്യം കൊണ്ട് അലഞ്ഞിടും എന്ന് പറയുന്നത്. മതയാനക്ക് തുല്യം കുലക്കം നടയുള്ളവൾ. പുരുഷന്മാരെ ഒന്നിനും വകവെക്കുകയില്ലടോ. മതിച്ച ആന വരുമ്പോൾ നടക്കുന്ന സ്ത്രീകളുണ്ടാവും, അവർ പുരുഷന്മാരെ ആരെയും വിലവെക്കൂല, ആരെയും വകവെക്കൂല. ആജാനുമോഹരോമത്താൽ നിറഞ്ഞിട്ടുള്ള മങ്കയോ, ബാല്യകാലത്തിലെ തന്നെ വൈദവ്യം കൈവരിച്ചവൾ. ചുണ്ടിമേൽ കൈകളിൽ കാലിൽ മൃദുരോമമുള്ളവൾ. കണ്ടമാനം നടക്കുന്ന എവിടിപ്പെണ്ണു നിർണയം. ചുവന്ന കണ്ണും നീണ്ടുള്ള ദന്തം പരുത്ത ശബ്ദവും. ഉയർന്ന വയറും നീജ നാരിമാർക്കുള്ള ലക്ഷണം. ചുവന്ന കണ്ടും ദന്തം പരുത്ത ശബ്ദവും ഉയർന്ന വയറും നീജ നാരിമാർക്കുള്ള ലക്ഷണം. വയന്ന മെഴിയും മന്ദം വിറയ്ക്കും ചുണ്ടും ഉള്ളവൾ. കളബോധും കാമരാജ്യ റാണിയായിട്ട് വാഴിടും. ഞാൻ കണ്ടു നോക്കുമ്പോൾ തന്നെ കണ്ണിൽ പേടിച്ചിട്ട് ഇറക്കും പോലെ ഉണ്ടാവും.
ഒരു ഭയം ഉള്ള കണ്ണുകളായിരിക്കും. ഇവർക്ക് കളവ് പറയും ഇവർ എന്നാ പറയുന്നത്. ഇതുപോലത്തെ ലക്ഷണമുള്ള ആളുകൾ ഇനി വിവാഹക്കാറ്റ് വരുമ്പോൾ ഒരു നിമിത്തങ്ങളാണ് പറയുന്നത്. പുരുഷന് ചെല്ലുമ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് എന്താ ചെയ്യുന്നതിനെ പറ്റിയാണ് മഹർഷി പറയുന്നത്. ഒരാൾ പെണ്ണ് കാണുമ്പോൾ പോയാൽ ആടെ പെണ്ണെന്താണ് ചെയ്യുന്നതിനെ പറ്റി അതിൻ്റെ ഒരു നിമിത്തം ആണ് ഈ പറയുന്നത്. വിവാഹാലോചനക്കായി പുരുഷൻ ചെന്നു ചേരവേ കരയുന്നാരി ദുർവൃത്ത തന്നെയാകുന്നു നിർണയം. പെൺകുട്ടി കരയുന്നതാണെങ്കിൽ അത് നല്ലതല്ല എന്നതാ. ദുർവൃത്ത അത് എന്തോ ദുഷ്ട ആൾപ്പെട്ടാന്ന. കളിയിൽ കഴിയുന്നുവെങ്കിലോ ലൊളിജീവിതമുള്ളവൾ കുളിയാണെങ്കിൽ അക്കന്യ വിലയേറിയ തന്നെയും. കുട്ടുകാലത്ത് ഇങ്ങനെ കളിക്കുന്നതാണെങ്കിൽ അത് ഒളിജീവിതമുണ്ടെന്ന് അവർക്ക്. അതുപോലെ കുളിക്കുന്നതാണെങ്കിൽ അത് നല്ല വിലയേറിയ തന്നെയും. കുളിക്കുന്നത് നല്ലതാണ്. നഗ്നായിട്ടിരുന്നാലോ വിഘ്നം ബന്ധത്തിലേർപ്പെടും. തീണ്ടാതിരിക്കലുമുണ്ടാ മാബന്ധത്തിൽ അധികം ധനം. മറിഞ്ഞിരുന്നാൽ അക്കന്യ സൽഗുണം വിളയും നിലം. കലഹിക്കുന്നുവെന്നാലോ നാരി ദുർഭകയായിടും. ഇപ്പം പുരുഷൻ ചെല്ലുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ പെണ്ണ് ഇങ്ങനെ മറിഞ്ഞിരിക്കുക, വാതിൽ ചേർത്ത് മറിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടാവും. അവര് നല്ല സൽഗുണമുള്ള സ്ത്രീയാണെന്നാണ് പറയുന്നത്. അവരെ കല്യാണം കഴിക്കുന്നതിന് തിരക്കേണ്ടില്ല. അത് പോകുന്ന പുരുഷനെ മാത്രം, മറ്റൊരാളല്ല. അപരിചിതം കാണുന്ന നിമിത്തങ്ങളാണ് ഈ പറയുന്നത്. കലഹിക്കുന്നുവെന്നാലോ നാരി ദുർഭയമായിടും. ആരോന്നായിട്ട് കലമ്പുന്നാണെങ്കിൽ അല്ലെങ്കിൽ വാക്ക് തർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദുർഭകയായി ഇടുന്ന അവൾക്ക് അത്ര നല്ലതല്ല. വായിച്ചു കൊണ്ടിരിക്കുന്ന യോശ സൽപത്നിയായിടും. ആഹാരമാഹരിക്കുന്നവൾ മക്കളില്ലാതെ വാണിടും. വായിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നല്ല പത്നിയായിരിക്കും അവൾ പറയുന്നത്. ആഹാരം കഴിക്കുന്നതിന് മക്കളില്ലാതെ വേണ്ടത് ആർക്ക്? ഈ ചെന്നുന്ന ആൾക്ക് ആ സ്ത്രീയിൽ മക്കളുണ്ടാവില്ല. ആ നിമിത്തം കണ്ടവുള്ളൂ. അതുപോലെ നിമിത്തം കാണിക്കുന്ന അവരവർ. ദൈവം ഓരോ നിമിത്തം കാണിച്ചു കൊടുക്കുന്ന പെണ്ണ് കാണാൻ പോയിട്ട്. പാട്ടുപാടും കഞ്ഞ നല്ല വീട്ടുകാര്യസ്ഥയായിടും. കൂട്ടുകാരത്തു നിന്നീടിൽ വീട്ടുകാർക്കൊക്കെ മഞ്ഞയും. പാട്ട് പാടുന്നതാണെങ്കിൽ ചെല്ലുമ്പോൾ പാട്ട് പാടുന്നതെങ്കിൽ അത് നല്ല കന്യയാണ്. വീട്ടുകാര്യസ്ഥ നല്ല വീട്ടിൽ നല്ല പറ്റിയ സ്ത്രീയാണ്. കൂട്ടുകാരത്തു നിന്നിടയിൽ വീട്ടുകാർക്കൊക്കെ മാന്യയും. കൂട്ടുകാരോട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ അത് വീട്ടുകാർക്കെല്ലാം നല്ല മാന്യമാണ്. വീട്ടുകാർക്ക് അവളോട് വളരെ ഇഷ്ടമാണ്. അവരുടെ കുട്ടീൻ്റെ വസ്ത്രം കഴുകി നിൽക്കുന്നവൾ മച്ചിയായിട്ട് വാണിടും. ഇത് അന്നേരം കാണുന്ന വസ്ത്രമാണ്. അതുമാത്രം പറഞ്ഞാൽ പോരാ. എന്താ വെച്ചാൽ ആ പുരുഷൻ കാണുന്ന നേരത്ത് ആ പുരുഷൻ അതിന് മക്കൾ ഉണ്ടാവില്ല എന്ന് മാത്രം, വേറെ ആൾക്ക് ഉണ്ടാവില്ല എന്നല്ല. അവർ നിമിത്തം കാണിക്കുന്നതാണ്. വസ്ത്രം കഴുകി നിൽക്കുന്നവൾ മച്ചിയായിട്ട് വാണിടും. വസ്ത്രം കീറുന്നവൾ ഭാര്യ സ്ഥാനത്തിന് അർഹയല്ലടോ. വസ്ത്രം കീറുന്നതാണ് ഭാര്യ സ്ഥാനത്തിന് അർഹയല്ല അവള്. സുവർണാഭരണം ചാർത്തുന്ന നീ സൗഭാഗ്യശാലിനി. നല്ല കാതിൽ പൊന്നൽ അണിയുന്ന കഴുത്തിൽ ആഭരണങ്ങൾ അണിയുന്നത് കണ്ടാൽ അത് സൗഭാഗ്യശാലിയാണ്. പുഞ്ചിരിച്ച് അഭിവാദ്യങ്ങൾ ചെയ്യുന്നവൾ ഉത്തമി. പുഞ്ചിരിച്ചിട്ട് ചിരിച്ചോണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നതെങ്കിൽ അവൾ നല്ല ഉത്തമിയാണ് അവരുടെ. അപ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ എത്തിയുള്ളൂ. അടുത്തത് നമുക്ക് ഓരോ നക്ഷത്രത്തെ പറ്റിയാണ്. അത് അടുത്ത വീഡിയോയിലേക്ക് പറയാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.